അല്ല, ഇതാര്? എന്താ സദാശിവ, ഈയിടെയായിട്ട് വലിയ പ്രാരാബ്ധമൊക്കെയാണല്ലേ? ഒരു കുടുംബത്തിന് നോക്കുന്നതിന്റെ ബുദ്ധിമുട്ടേ എന്തെല്ലാം ഒരുക്കി കൊടുക്കണം. എന്നാലും നീ ഈയിടെയായിട്ടും നന്നായിട്ടുണ്ട്. ഉണ്ട്, പക്ഷെ ഒന്ന് നന്നായി വരുമ്പോ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവുന്ന എന്റെ ജാതകത്തില്. നല്ല അസല് ജാതകം. ആർക്കാ ഈ പച്ചക്കറി? ഇതാ കുട്ടിക്ക്, അഞ്ജുന്. വെജിറ്റേറിയനാ. പോട്ടെ, ഞാൻ ചെന്നിട്ട് വേണം അതിന് വെജിറ്റബിൾ ബിരിയാണി ഉണ്ടാക്കി കൊടുക്കാം. അങ്ങനെ അങ്ങ് പോകാൻ വരട്ടെ. അയ്യോ, ഒട്ടും സമയമില്ല ചേട്ടാ. ചേട്ടന് ഒരു ദിവസം അതേ ഇറങ്ങ്, നമുക്ക് വിശാലോട് സംസാരിക്കാം. മാത്രമല്ല, ഞാൻ ഉടൻ ചെന്നില്ലെങ്കിൽ പ്രിൻസ് കണ്ട അലവലാദികളൊക്കെ വിളിച്ച് വീട്ടിൽ കയറ്റും. ചേട്ടൻ അറിയാലോ, ഞാൻ ഒഴിച്ചുള്ള പ്രിൻസിന്റെ കൂട്ടുകാരൊക്കെ വെറും നക്കികളാ. ഞാൻ നിർത്തി, അവനെ ഉപദേശിക്കുന്നത് ഞാൻ നിർത്തി. ഇനി ചേട്ടൻ തന്നെ അവനെ ഉപദേശിച്ചൊന്ന് നന്നാക്കണം. പിന്നെ പ്രിൻസിനോട് വല്ലതും പറയാനുണ്ടോ? ഞാൻ പറഞ്ഞേക്കാം, വീട്ടിലെല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഊരും പോലെ ഇല്ലാത്തൊരു പെണ്ണിനെ അനിയന്റെ തലയെ കെട്ടിവെച്ചത് നീയല്ലടാ. ഊരും പേരുമില്ലെന്ന് ആരാ പറഞ്ഞത്? ഊർ ഊട്ടി, പേര് അഞ്ജു നമ്പ്യാർ. മേലാല ഫാം ഹൗസിന്റെ പടിഞ്ഞു ചവിട്ടി പോരുത്. പടിഞ്ഞോട്ടാ വീട്ടിനകത്ത് ഇങ്ങനെ കയറും. അതെ, എനിക്ക് 2 ചേട്ടന്മാരില്ലാതെ പോയത് നിങ്ങളുടെ നല്ല കാലം. ഏത് മന്ത്രവാദി വന്നാലും കോഴിക്ക് കിടക്കപ്പുറത്ത് ഇല്ലെന്ന് പറഞ്ഞ പോലെ ആയല്ലോ ഭഗവാനെ. അയ്യോ, സദാശിവ, ഞാൻ സദാശിവനല്ല. സദാശിവ, വേണ്ട, ഒന്ന് നിക്ക്, എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഒരുപാട് കാര്യം ഒരാളിപ്പോ പറഞ്ഞിട്ട് പോയേ ഉള്ളൂ. ഒന്ന് നിക്ക്. വേണ്ടെന്ന്. സദാശിവ, നീ വാ. നിക്ക് എങ്ങോട്ടടിച്ച് കയറി പോകുന്നത്? അതെ, ഇത് സർക്കാർ ഗസ്റ്റ് ഹൗസ് അല്ല. MP ബാംഗ്ലൂർ എത്ര ദിവസം കാണും? പത്രക്കാർ വല്ലതും ചോദിച്ചാൽ ഒന്നും പറയണ്ട. MBA ജലദോഷം പിടിച്ച് റാം മനോഹർ ലോഹ്യ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്കാന്ന് പറ. ശരി, അപ്പോ കഞ്ഞിക്കുഴിയിലെ മീറ്റിംഗിന് കാണാം. ഓ ശരി. അല്ല, ഇതാര് ദിനേശനോ? എന്താ ദിനേശ, ഒരുപാട് നാളായല്ലോ നിന്നെ കണ്ടിട്ട്. ഇതെവിടെയായിരുന്നു? ഒന്നും പറയണ്ടമ്മേ, തിരക്കോട് തിരക്ക്. മീറ്റിംഗ് ആയി, പാർലമെന്റ് ആയി, ഇപ്പൊ തന്നെ ഡൽഹിയിൽ നിന്ന് വരിക. അമ്മയ്ക്കറിയാലോ, കോട്ടയത്ത് ഈ കോഫി ഹൗസിലും ബസ് സ്റ്റാൻഡിലും ഒക്കെ വായി നോക്കി നടന്ന് എന്നെ പിടിച്ച് MP ആക്കിയത് ഹൈക്കമാൻഡാ. ചെത്തി നടന്ന് കോതി തീർന്നില്ല അമ്മേ. അതിനു മുമ്പ് ഇതേ ഖദർ ജുബയായി, ഷാളായി. അല്ല, പ്രിൻസ് എവിടെ? ഇതെന്താ അമ്മ, കല്യാണത്തിന് പന്തലൊന്നും ഇട്ടില്ലേ? ആളും ഇല്ല, അനക്കവും ഇല്ല, വീടാകെ ഉറങ്ങിപ്പോയല്ലോ. ഉറങ്ങിപ്പോയതല്ല, നിന്റെ കൂട്ടുകാരൻ ഇറങ്ങിപ്പോയതാ. ആശിച്ചു കൊണ്ടുവന്ന കല്യാണം മുടങ്ങിപ്പോയി. അതെന്ത് പറ്റി? എവിടെയോ കിടന്ന ഒരു പെണ്ണിനെയും കൂട്ടി അവൻ ഫാം ഹൗസിലേക്ക് താമസം മാറ്റി. എനിക്ക് ഒരു മനസമാധാനം ഇല്ല ദിനേശ. ആ പെണ്ണ് ഛർദ്ദിച്ചത്രേ. അത് ചിലപ്പോ ആഹാരം പിടിച്ചിട്ടുണ്ടാവില്ല. ഡൽഹിയിലും ഇതാ അപ്പടി കോളറേ. അല്ല, മരുമോൾ അങ്ങനെ കാണാൻ സുന്ദരിയാണ്. അത് നീ കാണുമ്പോ തീരുമാനിച്ചാ മതി. മതി, ബാക്കിയുള്ളവരുടെ തീ തിന്നുക. എന്തിനാ അമ്മ ഈ ആവശ്യമില്ലാത്തൊക്കെ തിന്നാൻ പോകുന്നത്? അല്ല, ഞാനിപ്പോ എന്താ വേണ്ടേ? ഇണക്കണോ പിണക്കണോ? അവരിണങ്ങി തന്നെയായിരിക്കുന്നു. ഇനി നീ ചെന്ന് പിണക്കണ്ട. എത്ര മാസായി, എന്നാ ഡേറ്റ് എന്നൊക്കെ ചെന്ന് രഹസ്യമായിട്ട് അന്വേഷിക്കും. ആരും അറിയണ്ട. ആൺകുട്ടിയാവും, അതെനിക്ക് ഉറപ്പാ. MPക്ക് പറ്റിയ പണി. ഇനി പട്ടാമ്പിക്കില്ല. നമ്മുടെ പ്രിൻസ് കുഞ്ഞിന്റെ ഉണ്ണിക്കുട്ടന് ഗുരുവായൂരിൽ വെച്ച് ചോറൂണും വടക്കുന്നാഥന്റെ മുറ്റത്ത് വെച്ച് 28 കെട്ടിയിട്ട് ഇനി എങ്ങോട്ടും ഉള്ളൂ. കൊച്ചമ്മ പറഞ്ഞയച്ചിട്ടാണ് നമ്മൾ വന്നതെന്ന് ആ കുട്ടി അറിയണ്ട. തോണ്ടിരിക്കുന്നു. മോളെ, അയ്യോ, ഇങ്ങനെ ചാടി എഴുന്നേക്കല്ലേ കുഞ്ഞെ. പഴയ ഒരു ദേഷ്യവും ഈ മനസ്സിൽ വെച്ചിട്ടില്ല. അതുകൊണ്ട് പറയുക, കുട്ടി ആരായിരുന്നാലും എനിക്കെന്താ. പക്ഷെ ഈ വയറ്റിൽ കിടക്കുന്ന ഞങ്ങളുടെ കൊച്ചുമോലാളിയല്ലേ. നിങ്ങൾ എന്തായി പറയുന്നത്? ഇതാ ഇപ്പൊ നന്നായി. പേരെടുക്കാൻ വന്ന ഞങ്ങളോട് എന്തിനാ കുഞ്ഞെ പോരെടുക്കുന്നേ? ഇനി കുഞ്ഞൊന്നും ചെയ്യണ്ട, എല്ലാം പാറക്കുട്ടി നോക്കിക്കോളും. അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ. പരിഹരിക്കാൻ വന്ന ഞങ്ങളോട് ദേഷ്യപ്പെടരുത്, പാവം കിട്ടും. അയ്യോ എന്റെ കുട്ടി, ഈ സമയത്ത് ഇങ്ങനെ വെയിൽ കൊണ്ട് നടക്കല്ലേ, വയറ് പാടും. കോട്ടയ്ക്കലെ ധന്വന്തരം കുഴമ്പുണ്ട്. 2 നേരം എണ്ണ തേച്ച് ചൂടുവെള്ളത്തിൽ തന്നെ കുളിപ്പിക്കണം. ആര് കുളിപ്പിക്കുന്ന കാര്യം നിങ്ങൾ ഈ പറയുന്നത്? അയ്യോ, അതാ ഇപ്പോഴത്തെ ചടങ്ങ്. ഇപ്പോഴത്തെ പിള്ളേരുടെ ഓരോ കാര്യമേ. അപ്പൊ അതൊന്നും അറിയത്തില്ലല്ലേ? ദിവസവും പാലിൽ കുങ്കുമപ്പൂ കുടിക്കണം, എന്നാലേ കുഞ്ഞിന് നിറം വരും. ആ മരുന്ന് മുഴുവൻ കൊടുക്കാം. ധന്വന്തര കുഴമ്പ്
അങ്ങോട്ട് ഒരു കുഞ്ഞെ പഴയ കാത് കെട്ടൂടാ കുഞ്ഞെ. അയ്യോ കാത് കെട്ടൂടാ. അയ്യോ ഈ പെങ്കൊച്ചിന്റെ എന്റെ പുറകിൽ അഞ്ചു അഞ്ചു അയ്യോ മനുഷ്യ ആ പെണ്ണിന്റെ പുറകിൽ വരുന്നെന്ന് തോന്നുന്നു. ഞാൻ ആദ്യം ഓടി പേടിക്കില്ലേ പ്രിൻസ് കുഞ്ഞാ. ഇത്രയും മുൻചൂണ്ടിക്കാരിയാണെന്ന് അറിഞ്ഞില്ല. കുഞ്ഞിതെങ്ങനെ സഹിക്കുന്നു? ഗർഭിണിയായിരിക്കുമല്ലയോ, കുഞ്ഞ് തനിയെ കിടന്ന് കഷ്ടപ്പെടുമല്ലോ എന്ന് കരുതിയാ ഞങ്ങൾ ഇത്രയും ദൂരം. അയ്യോ ഓടിക്കോ. വേണ്ടി എന്ത് പാപം ഞങ്ങൾ ചെയ്തോ? എന്റെ ഈശ്വരാ. അഞ്ജുവിന്റെ ബർത്ത്ഡേ നാളെയാണ്. അവളത് ആഘോഷിക്കില്ല. അല്ലെങ്കിൽ വേണ്ട, തന്നെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുകയാണ്. ഇല്ല, പറഞ്ഞോളൂ. ഇലയിട്ട് ചെറിയൊരു സദ്യ, ഒരു ബർത്ത്ഡേ ഗിഫ്റ്റ്. ഞാൻ അവൾക്ക് നൽകാറുള്ളത് ഇതൊക്കെയായിരുന്നു. മരിക്കുന്നതിന് മുമ്പുള്ള അവസാനത്തെ ആഗ്രഹങ്ങളാണ് ഇതൊക്കെയെന്ന് കൂട്ടിക്കൊള്ളു. ആ കുട്ടിക്ക് ഇലയിട്ടൊരു സദ്യ ഒരുക്കുന്നതാണോ ഇത്ര വലിയ ബുദ്ധിമുട്ട്? ഈ ബർത്ത്ഡേ ഞങ്ങൾ ഭംഗിയായിട്ട് തന്നെ ആഘോഷിക്കും. ഹാപ്പി ബർത്ത്ഡേ ടു യു. അല്ല, അഞ്ജു എന്നോട് അങ്ങനെ പറയില്ലെന്നറിയാം. ഇന്നെന്റെ പിറന്നാളാണ്. കേട്ടിട്ട് മുഖത്തൊരു സന്തോഷമില്ലല്ലോ. അതിനിപ്പോ ഞാനെന്ത് വേണം? കൈയോട്ട് ചിരിക്കണോ? കൈ കൊട്ടണ്ട, ഒന്ന് ചിരിക്കാമല്ലോ. അതല്ലേ ഒരു മര്യാദ. ഇപ്പൊ എനിക്ക് മര്യാദ ഇത്തിരി കുറവാ. നല്ലൊരു ദിവസമായിട്ട് വഴക്കൂടണോ? എന്റെ അടുത്ത് കിന്നരിക്കാൻ വരരുത്. പ്രിൻസ് ആണ് പോലും പ്രിൻസ്. ഏത് നാട്ടിലെ പ്രിൻസാ നിങ്ങള്? ഞാൻ അമ്പലത്തിൽ പോയി വഴിപാട് കഴിപ്പിച്ചതാ. പ്രസാദം തൊട്ടോളൂ. എനിക്ക് വേണ്ട. അയ്യോ, അങ്ങനെ പറയാൻ പാടില്ല. ഈശ്വരന്റെ പ്രസാദമല്ലേ. ഞാൻ തൊട്ടുതരാം. മുഖത്തൊരു ശ്രീ ഉണ്ടാവട്ടെ. വേണ്ടെന്ന് പറഞ്ഞില്ലേ? ഒരു ശ്രീ. അങ്ങനെ ഒരാള് മാത്രം ഭൂദേവിയായിട്ടിരിക്കാൻ പാടില്ല. വെരി ഗുഡ്. നിന്നെ അഞ്ജു പറയുന്ന കേക്ക്. പോയി ഒരു സെറ്റ് മുണ്ടൊക്കെ കൊടുത്ത് മുല്ലപ്പൂവും ചൂടി ഒരു കുറിയൊക്കെ തൊട്ട് ഐശ്വര്യമായിട്ട് വന്നേ. തോട്ടത്തിലെ പണിക്കാർ ഇപ്പൊ എത്തും. നമുക്ക് ഗംഭീരമായിട്ട് ആഘോഷിക്കണം. ഒരു നാദസ്വര കച്ചേരി കൂടി ആയാലോ? ബെസ്റ്റ്. പക്ഷെ അതിന് നാസരത്തിനോടൊപ്പം എല്ലാം കുളമായല്ലോ. നീ സമാധാനായിരിക്കും. നീ എന്ത് മണ്ടത്തിനാണ് ഈ പറയുന്ന സദാശിവ? സെറ്റ് മുണ്ടൊക്കെ ഉടുപ്പിച്ച് അവളെ ഇവിടെ കണ്ട അച്ഛനും അമ്മയും വരുമ്പോ എന്നെ നിന്നെ ഇവിടെ നടിച്ചിറക്കും. ഇവളെങ്ങാനും ആ വേഷം ഇട്ടോണ്ട് ഇവിടെ നടക്കുന്ന കണ്ട ഇടിച്ചിന്റെ ഷേപ്പിനെ മാറ്റും കേട്ടോ. പ്രിൻസേ, ഡൽഹിയിൽ അടഞ്ഞു കിടക്കുന്ന വാതിലുകളൊക്കെ ഞാൻ വീണ്ടും മുട്ടി നോക്കാം. പക്ഷെ ഒരു ദയാഹർജിയുടെ കാര്യം എനിക്ക് തീരെ ഹോപ്പില്ല പ്രിൻസേ. 5 പേരെയൊക്കെ വളരെ മൃഗീയം. സ്വന്തം മകളെ നശിപ്പിച്ച 5 പേരോട് ഒരു അച്ഛൻ ക്ഷമിച്ചില്ല. തന്റെ മോളെ നശിപ്പിച്ച താൻ കെട്ടിപ്പിടിച്ചു ഉമ്മയ്ക്കൂ. നിയമത്തിന് തോന്നാത്ത ദയ നമുക്ക് തോന്നിയിട്ട് ഒരു കാര്യമില്ല പ്രിൻസേ. ആ കുട്ടിയുടെ വിധി തിരുത്തി എഴുതാൻ എന്നെ കൊണ്ടോ നിന്നെ കൊണ്ടോ സാധ്യമല്ല. നടക്കാത്ത വലിയ വലിയ കാര്യങ്ങളാണ് നീ ആലോചിക്കുന്നത്. ഞാൻ ട്രൈ ചെയ്യാം എന്നല്ലാതെ ഇക്കാര്യത്തിൽ എനിക്കൊരു ഉറപ്പുമില്ല. ഇപ്പോ കേണലിനല്ല ദയാഹർജി വേണ്ടത്. അത് അഞ്ജുവിനോടാണ് നീ കാട്ടേണ്ടത്. ഈ അഭിനയത്തിനിടയിൽ നീ അത് മറക്കരുത്. നിന്നോടും സദാശിവനോടും തല്ലുകൂടാനേ ആ കുട്ടിക്കിപ്പോ നേരുള്ളൂ. അവളുടെ ആ ടെൻഷൻ ഒന്ന് മാറ്റാൻ, ഒന്ന് മനസ്സ് തുറന്ന് ചിരിക്കാൻ അവൾക്ക് എന്താ ഉള്ളത്? നീ പോയി ആ പിള്ളേരെ വിളിച്ചോണ്ട് വാ. അവളെല്ലാം മറന്നൊന്ന് ചിരിക്കട്ടെ. ശരി. കൊച്ചച്ഛനോട് മിണ്ടരുതെന്നാ അമ്മ പറഞ്ഞിരിക്കുന്നേ. അതുകൊണ്ട് അങ്ങോട്ട് വിളിക്കാത്ത. വേണ്ട മക്കളെ, കൊച്ചച്ഛനോട് സംസാരിക്കണ്ട. സംസാരിക്കുന്നത് മിണ്ടാതിരുന്ന് കേട്ടോണം. ഇപ്പൊ എന്തിനാ വിളിച്ചേ? ആന്റി എവിടെ ഉണ്ടോ?
ഉണ്ട്. നിങ്ങൾ എല്ലാരും കൊച്ചച്ഛന്റെ കൂടെ ഫാമിലോട്ട് വരണം. വരാമോ? ആന്റിക്ക് സുഖാണോ? ഞങ്ങളെ ചോദിച്ചിരുന്നോ? ആന്റിക്ക് നല്ല സുഖമല്ല. നിങ്ങൾ എല്ലാരും കൂടെ കാണുമ്പോ ചിലപ്പോ സന്തോഷാവോ? ആവും. എനിക്ക് വേഗം റെഡിയാകെ, ഞാൻ പുറത്ത് കാത്തേക്കാം. വേഗം വരണം. ആ ആ ഇത് അപ്പു എടുത്തോ. ഒരു വലിയ വയലിനിസ്റ്റ് ആവണം കേട്ടോ. ആ ഇത് സാൻഡി മോൾക്ക്. താങ്ക് യു ആന്റി. മോന് Oh, sweet. ഈ തോട്ടം നോക്കാൻ ഞാൻ വേണം, മോട്ടോർ സൈക്കിളും കാറും നന്നാക്കാൻ ഞാൻ വേണം, പാചകം ചെയ്യാൻ ഞാൻ വേണം. ഇങ്ങനെ എല്ലാ കാര്യങ്ങൾക്കും എന്നെ ആശ്രയിച്ച് പ്രിൻസ് എത്ര നാൾ കഴിയുമെന്നാ എനിക്ക് മനസ്സിലാക്കാത്തത്. ബാല, ഇവന്റെ പേരെന്താണെന്നാ പറഞ്ഞത്? വെട്ടിക്കൽ സദാശിവൻ. വെട്ടിക്കൽ എന്നുള്ള എന്റെ വീട്ടുപേരാ. പ്രിൻസിന്റെ ആരായിട്ട് വരും താൻ? പറഞ്ഞു വരുമ്പോ പ്രിൻസ് എന്റെ ഒരു കൂട്ടുകാരനായിട്ട് വരും. പ്രിൻസ് ആപത്തിച്ചിന് ചാടുമ്പോ സഹായിക്കാൻ കൂട്ടുകാരനായിട്ട് ഞാൻ മാത്രമേ ഉള്ളൂ. എന്റെ മോന് താൻ ചെയ്തു കൊടുത്ത സഹായങ്ങൾക്ക് നന്ദി. താങ്ക് യു പ്രിൻസിന്റെ അച്ഛ. വന്നു തമാശ അച്ഛനോടായോടാ. വിടിയേട്ടാ, കാണുമ്പോ എന്നെ തല്ലിക്കൊള്ളാൻ നേരത്തോളം നേർന്നിട്ടുണ്ടോ? എവിടെയാവളോനും? പ്രിൻസ് ഇവിടെ ഇല്ല. എവിടെയോ? ചേട്ടാ, ഒരു കാര്യം മറക്കരുത്, ഞാൻ ചേട്ടന്റെ അനിയന്റെ കൂട്ടുകാരനാണ്, അല്ല കൂട്ടുകാരന്റെ അനിയനല്ല. തമ്മിൽ കണ്ടിട്ടില്ലെങ്കിലും ഞാൻ ആരാണെന്ന് നിനക്ക് മനസ്സിലായി കാണും. പാടി ഇവിടെ അവളോട് ഇഷ്ടം കൂടാൻ പോയിരിക്കുന്നു. എന്റെ അനുജനൊരു ചെറിയ തെറ്റുപറ്റിപ്പോയി. അതിന്റെ പേരിൽ തന്നെ ചോദിക്കാണെന്ന് വെച്ചോ. കണക്ക് പറഞ്ഞ് മേടിക്കാം. നിനക്ക് എത്ര രൂപ വേണം? സ്ട്രീറ്റിൽ കിടന്ന് വിലപേശി നല്ല ശീലം കാണും ഇവൾക്ക്. നീ കാരണം നഷ്ടപ്പെട്ടു പോയ സൽപ്പേര് കുറെ കാശ് തന്ന് തിരിച്ചു വാങ്ങാമെന്ന് കരുതിയിട്ടല്ല. വലിച്ചിറക്കി റെസ്ക്യൂ ഷെൽട്ടറിൽ കൊണ്ടുപോയി ഇടാൻ എനിക്കറിയാം. ആരും എന്നെ തടയില്ല. എന്ത് പറഞ്ഞിട്ടും കൂസലില്ലാതെ നിൽക്കുന്നത് കണ്ടില്ലേ? അയ്യോ, നിങ്ങൾ വിചാരിക്കുന്നതിലും സംഭവിച്ചിട്ടില്ല. ഈ കുട്ടി വെറും ഒരു പാവമാണ്. ഇങ്ങനെയൊന്നും സംസാരിക്കരുത്, പാവം കിട്ടും. പിന്നെ എങ്ങനെ സംസാരിക്കണോ നീ ഒന്ന് പഠിപ്പിച്ചാടാ. കുട്ടി ഇതൊന്നും കാര്യമാക്കണ്ട. പിന്നെ ആര് പറയുന്നടാ കാര്യമാക്കേണ്ടത്? എടാ, നീയൊക്കെ കൂടി ഇവനായിട്ട് കുരങ്ങളിപ്പിക്കുന്നത് നോക്കി ഞങ്ങൾ കൈയും കെട്ടിയിരിക്കണോ? നിന്നെ അവളെ അടിച്ചിറക്കാൻ ഞങ്ങൾക്ക് ഒരുത്തന്റെ സഹായം ആവശ്യമില്ല. സമ്മതിച്ചു. ഒരു മുറി തേങ്ങ ഉടയ്ക്കാൻ ഒരു ബുൾഡോസറിന്റെ ആവശ്യമില്ല. പക്ഷെ ഇത് ക്രൂരതയാണ് ചേട്ടാ. ഈ പഠിക്കത്ത് നിന്നെ കണ്ടുപോരുത്. ന്യായം പറയുന്നു. ഞാൻ പറയുന്നത് വേണ്ട. കേക്ക് ചേട്ടാ. ഒന്നും പറയുന്നു. ഞാൻ പറയുന്നത് കേക്ക്. കാലമേ വേണ്ട വേണ്ട നീ ഓടിക്കൂടാ. ഞാൻ ഒന്ന് പറയും. നീ പറയുന്നൊന്ന് പറയാം. അഞ്ജു, പ്രിൻസ് വരാതെ ഇവിടുന്ന് പോകരുത് പ്ലീസ്. ഞാനാണ് പറയരുത്. പ്രിൻസ് വന്നേക്ക്. എന്നിട്ട് നിന്റെ ഡാഡി വരുന്നവരെ നീ എവിടാ താമസിക്കുന്നത് തീരുമാനിക്കുന്നത് ഞാനാ. തിരിച്ചടക്ക്. അഞ്ജു, പ്രിൻസ് പറയുന്നത് കേൾക്ക്. തൽക്കാലം അകത്തേക്ക് പോ. ഇത്രയും ദിവസം എന്നെ ഇവിടെ പൂട്ടിയിട്ടത് റെസ്ക്യൂ ഷെൽട്ടറിലേക്കുള്ള വഴി പറഞ്ഞു തരാനായിരുന്നു ആണോ? നിങ്ങൾ മാത്രം എന്തിനാ എന്നെ തടഞ്ഞു നിർത്തുന്നത്? വേണ്ട, എനിക്ക് ആരുടെ സിമ്പതി വേണ്ട. എന്റെ കാർ ശരിയാക്കിത്താ. അത് കിട്ടിയില്ലെങ്കിലും ഞാൻ പോവും.
വെറുതെ എന്നെ തടയരുത്. നിനക്ക് യാത്ര പറഞ്ഞിറങ്ങിപ്പോവാൻ ഒരു ദിവസം വരും. എന്ത് പറഞ്ഞാലും ശരി, നിന്റെ ഡാഡി വന്നിട്ടേ നീ ഇവിടുന്ന് പോവൂ. വാ വരാൻ. എനിക്ക് പോണം, എനിക്ക് പോണം. എന്നെ വിളിച്ചു നിർത്തി 4 വാക്ക് ചോദിക്കാൻ പറ്റില്ലെങ്കിൽ അതിന്റെ ദേഷ്യം ഇവനോടല്ല കാണിക്കുന്നത്. തിരിച്ച് തല്ലില്ല എന്ന് നല്ല ഉറപ്പുള്ളത് കൊണ്ടല്ലേ ഇവനെ തല്ലിയത്. നിങ്ങളുടെയൊക്കെ മുമ്പിൽ ഞാൻ ഒരിക്കലും നല്ലവനല്ല, ഇനി ഒട്ട് നന്നാൻ ഉദ്ദേശിക്കുന്നില്ല. ആണും പെണ്ണും ഒന്ന് സംസാരിച്ചാൽ ഉണ്ണി പറക്കുന്ന ഡോക്ടർമാർ ധരിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ ആ ധാരണ തിരുത്തണ്ട. പക്ഷേ ഈ കുട്ടികളെ പറഞ്ഞു പഠിപ്പിക്കല്ലേ. ഞാൻ അവളെ ഇവിടെ കൊണ്ട് താമസിപ്പിച്ചിരിക്കുന്നത് എന്റെ അന്തിക്കൂട്ടിനല്ല, അതെല്ലാവരും മനസ്സിലാക്കണം. എന്നെ തള്ളിക്കളയാനും കുറ്റം പറയാനും കിട്ടിയ സമയത്ത് നിങ്ങളെല്ലാം വാസ്തവം ചോദിക്കാൻ മറന്നുപോയി. കോൾഗേൾ അല്ലെങ്കിൽ പിന്നെ അവൾ ആരാണ്? ഈ സിറ്റിയിൽ അവൾ കറങ്ങി നടക്കുന്നത് കണ്ട പലരും ഉണ്ട്. നിനക്കത് അറിയാമോ? എനിക്കൊന്നും അറിയണ്ട. അവളെ പറ്റി കൂടുതലായിട്ട് എനിക്ക് അറിയാൻ വേണ്ട. പക്ഷെ അറിയുന്നൊന്നുണ്ട്. ഇത് ഇന്ത്യൻ പ്രസിഡന്റ് അവള് കൊടുത്ത ദയാ ഹർജിയുടെ ഒരു കോപ്പിയാണ്. കളക്ടർ ഒന്ന് വായിച്ചു നോക്കണം. തീരുമാനിക്കുന്നത്. അല്ലാതെ നിങ്ങളുടെ പ്രിൻസ് അല്ല. കൊല്ലം ഞാൻ എല്ലാവരും. അയ്യോ, അങ്ങനെ കൊലപാതകയാവരുത്. IPC 302 വകുപ്പ് പ്രകാരം ആദ്യം തൂക്കിക്കൊല, പിന്നെ ജീവപര്യന്തം ശിക്ഷ. നോക്കിയേ, ഇത് പ്രിൻസിന്റെ ഫാം ഹൗസ് ആണ്. ഇവിടെ പ്രിൻസ് പറയുന്നത് നടക്കൂ. പിന്നെ ഞാനും കുട്ടിയുടെ ഡാഡി വരട്ടെ, എന്നിട്ട് പോവാം. പ്രിൻസ് പറഞ്ഞു കേട്ടല്ലോ. അയ്യോ കുഞ്ഞെ, കുഞ്ഞിനിവിടെ എന്തോത്തിന്റെ കുറവാ. ഇനി ഇപ്പൊ പോണമെങ്കിൽ തന്നെ ഡാഡി വരുമ്പോ അങ്ങ് പോവാമല്ലോ. എന്റെ ഡാഡി വരില്ല, ഒരിക്കലും വരില്ല. അത് ബുദ്ധി. ആ നമ്പർ കയ്യിലിരിക്കട്ടെ. അഞ്ജുവിന്റെ ഡാഡി വരുന്നത് തന്നെ മോൾ എവിടാന്ന് ചോദിച്ചോണ്ടായിരിക്കും. ഒന്നും പറയണ്ട. അഞ്ജുവിൻ എന്താ പറയുന്നത്, എന്താ ചെയ്യുന്നത് എന്നൊന്നും അറിയില്ല. അഞ്ജു ആകെ അപ്സെറ്റ് ആയിരിക്കുക.